ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്നൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരുന്നു. കുറച്ചു നേരം അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഡെക്കോസ് അങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് കരുതി. നെസ്റ്റേഷ്യയിൽ നിന്ന് കുറച്ച് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്ന് വീതം ഞാൻ കാണിച്ചു തരാം. ചെറുപ്പത്തിൽ എല്ലാ ക്രിസ്മസിനും ക്രിസ്മസ് വെക്കേഷൻസിനും ഹോം അലോൺ മൂവി ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ഈ ഡോറിൽ കിടക്കുന്ന സാധനത്തോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊരെണ്ണം ഞാൻ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. ദിസ് ഈസ് മെയ്ഡ് വിത്ത് നാച്ചുറൽ ഷോല ഫ്ലവേഴ്സ്, ഡ്രൈഡ് ലീവ്സ് ആൻഡ് പൈൻ കോൺസ്. ടോട്ടലി എക്കോ ഫ്രണ്ട്ലി. ഡോറിൽ ഹാങ് ചെയ്യുമ്പോഴും ഈ ഒരു ക്രിസ്മസ് റീത്തിൽ ഈ റൈസ് ലൈറ്റ്സ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മേജർ ബോണസ് ഇസ് ഇത് കുറേ അധികം വർഷം നിൽക്കും. റീയൂസബിൾ ആണ്, ലോ മെയിൻ്റനൻസും ആണ്. ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കവർ ചെയ്ത് പാക്ക് ചെയ്ത് തിരിച്ച് കീപ്പ് ചെയ്യേ വേണ്ടു. ഈ ബെറീസിലൊക്കെ പിടിക്കുമ്പോഴുണ്ടല്ലോ അങ്ങ് അമർത്തിയാലോ എന്ന് തോന്നിപ്പോവുക. പ്ലസ് ദിസ് ഇസ് സൂപ്പർ ലൈറ്റ് വെയ്റ്റ്. ഡോറിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹാങ്ങർ സ്റ്റിക്ക് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമല്ല. കാരണം തിരിച്ചിളക്കുമ്പോൾ ഡോറിലൊരു പാച്ച് വീഴും. ഞാൻ ഇപ്പോൾ ഇത് ഹാങ് ചെയ്തേക്കുന്നത് ഞാൻ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂല് ഒരു 4 മടക്കിന് മടക്കി എടുത്തിട്ട് അത് ഇതിലോട്ട് ടൈ ചെയ്ത് അതിൻ്റെ പിറകിൽ ഒരു ചെറിയ കല്ല് കെട്ടി തൂക്കിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് ഇരുന്നോളൂ ഈ ഡോറിൽ. ഈ ഫെയറി ലൈറ്റ്സ് അധികം പുള്ളി ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് അതിനിടയിൽ കൂടെ കൊരുത്തുകൊണ്ടിരിക്കുവാണ്. ഇത് ഏത് മോഡിലിടണം എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് പൊതുവെ കാണാൻ ഭംഗിയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കണ്ണൊരുമാതിരിയാവും. അതുകൊണ്ട് ഫ്ലിക്കർ ചെയ്യണ്ട, ഇങ്ങനെ അങ്ങ് കിടന്നോട്ടെ എന്ന് കരുതി. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇനി ഡ്രോയിങ് ഏരിയ സെറ്റ് ചെയ്തെടുക്കാം. സോഫ ത്രോയോട് എനിക്ക് പൊതുവേ താല്പര്യം ഇല്ലായിരുന്നു. കാരണം എൻ്റെ സോഫ അതിന് പറ്റിയതല്ല. കുറച്ചുകൂടെ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു സോഫയാണെങ്കിലും ഭംഗി ഉണ്ടായിരുന്നതിനെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റിങ്ങിൽ എസ്പെഷ്യലി ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസിൽ ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മെറ്റീരിയൽ സോഫ്റ്റ്, ബ്രീതബിൾ, പ്യുവർ കോട്ടൺ ആണ്, വിച്ച് മേക്സ് ദിസ് പെർഫെക്റ്റ് ഫോർ വിന്റർ ലോങ്ങിങ്. പിന്നെ ഇതിലുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീ പാറ്റേൺസ് ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ റിവേഴ്സിബിൾ ആണ്. വെരി ഡ്യൂറബിൾ, കംഫർട്ടബിൾ ആൻഡ് ക്വാളിഫൈസ് ബോത്ത് ആസ് എ ഡെക്കർ ആൻഡ് എ കോസി ബ്ലാങ്കറ്റ്. പക്ഷേ ഒരു സോഫ ത്രോ ആയിട്ട് എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്കിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നിലു ഇത് അവൻ്റെ ബെഡ്ഷീറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പം ഇതും കൊണ്ടാണ് നടക്കുന്നത്. ഇനി നമുക്ക് 2 സോഫ്റ്റ് പില്ലോസും കൂടെ വെക്കാം. ആൻഡ് our next product is Winter Songbirds cushion covers. 40x40 cm ആണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. ഇതിനകത്തുള്ള എംബ്രോയിഡറിയൊക്കെ വളരെ ഡീറ്റെയിൽ ആണ്. സോഫ്റ്റ് 100% കോട്ടൺ കവേഴ്സ് ആണ് വിത്ത് ക്യൂട്ട് എംബ്രോയിഡഡ് വിൻഡർ മോട്ടീവ്സ്. ഒരു നീറ്റ് ലുക്കിനും പിന്നെ കഴുകുമ്പോൾ ഉള്ള എളുപ്പത്തിനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ സിബൊക്കെ കൺസീൽഡ് ആണ്. ആ 2 പില്ലോസും കൂടെ ആയപ്പോൾ ഒരു ബൗളിൽ കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് എടുത്തിട്ട് ആ സോഫയിൽ പോയിരുന്ന് കഴിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തെടുക്കണ്ടേ? ക്രിസ്മസ് വൈബിന് ഏത് കളേഴ്സാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ റെഡ് ആൻഡ് വൈറ്റ് ഐഡ് സേ ഗോൾഡൻ, ബിഫോർ ഗ്രീൻ. ടേബിൾ ഡെക്കോറിന് ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത് ഈ ഒരു ഫ്ലോറൽ കട്ട് വർക്ക് ടേബിൾ റണ്ണറാണ്. എലഗൻറ്റ്, ഗോൾഡൻ. പിന്നെ ഇതിൻ്റെ ഒരു സൈസ് ഡൈനിങ് ടേബിൾസിനും കൺസോൾസിനും സൈഡ് ബോർഡ്സിനും ഒക്കെ പറ്റിയ രീതിയിലാണ്. ഗ്രേറ്റ് ഫോർ ഫെസ്റ്റീവ് സെറ്റപ്സ്. നമ്മുടെ ഡൈനിങ് ടേബിൾ ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ I thought of using this as a centerpiece for dinner hosting. It was said that Santa did not choose his reindeers for their speed, but their kind hearts and quiet strength. ഓരോ റെയിൻഡിയറും ഓരോ പ്രത്യേകത വഹിച്ചിരുന്നു. പ്രതീക്ഷ, ധൈര്യം, ക്ഷമ, സന്തോഷം, അങ്ങനെ. നമ്മൾ ഈ കേൾക്കുന്ന ബെൽ സൗണ്ട് ഇല്ലേ, അത് വെറും ഒരു ശബ്ദം മാത്രമല്ല, സ്നേഹം വരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇതിൻ്റെ 2 എൻഡിലും നമുക്ക് നല്ല പൊക്കമുള്ള ഒറിജിനൽ മെഴുകുതിരികൾ തന്നെ കത്തിക്കാം. പക്ഷെ എനിക്കെന്തോ ഇത് വെക്കാനാണ് തോന്നിയത്. എൻ്റെ ഡൈനിങ് സ്പേസിൽ ഇതൊരു സ്റ്റണ്ണിങ് ഫെസ്റ്റീവ് സെൻറ്റർ പീസ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ക്രിസ്മസിൻ്റെ അന്ന് ഇത് കുക്കു സാർ അവൻ്റെ സ്റ്റഡി ടേബിളിൽ എടുത്ത് വെക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ബ്ലാങ്കറ്റ് ഓൾറെഡി നിലുവിൻ്റെതാക്കിയത് കൊണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ എഗ്രി ചെയ്തേ പറ്റൂ. കമ്മിങ് ടു ദ ലാസ്റ്റ് ഐറ്റം, അറ്റത്ത് ക്രിസ്മസ് തൊപ്പി വെച്ച വുഡൻ ട്രേ. സാന്റാ സ്നോമാൻ റെയിൻഡിയർ സ്നാക്ക് ബൗൾ. ഇതൊരു 4 പീസ് സെറ്റാണ്. 3 ബൗൾസും കൂടെ വരുന്നുണ്ട്. അങ്ങനെ വെറും ബൗൾസ് എന്ന് പറഞ്ഞാൽ പോരാ. ഒന്നിൽ റെയിൻഡിയർ, ഒന്നിൽ സാന്റ, പിന്നൊന്നിൽ സ്നോമാൻ.
ഈ സെറാമിക് ബൗൾസ് എല്ലാം തന്നെ ആ ഒരു ബാംബൂ ട്രേയിൽ നല്ല എലഗന്റ് ആയിട്ട് ഇരുന്നോളും. കോമ്പാക്ട് ആൻഡ് ഓർഗനൈസ്ഡ്. പ്ലസ് ദീസ് ബൗൾസ് ആർ ഫുഡ് സേഫ്, ലെഡ് ഫ്രീ ആൻഡ് പെർഫെക്റ്റ് ഫോർ സ്വീറ്റ്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ് ഓർ ഡിപ്സ്. ഇത് അടച്ചു വെച്ചില്ലെങ്കിൽ കേടാവൂലെന്നല്ലേ? We can use these as serving bowls and exclusively for this season of hope. And by the way, I really hope that you enjoyed this video. Products purchase ചെയ്യേണ്ട direct links ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. Some people welcome Christmas with decors, some with prayers, and there are some who welcome Christmas simply with their hearts. Home Alone മൂവി കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബൊന്നും ആ ക്രിസ്മസിന്റെ ഫീലൊന്നും എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. നട്ടപ്പാതിരായ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ എണീക്കുമ്പോൾ വീടിൻ്റെ നടുക്കായിട്ട് ഒരു ക്രിസ്മസ് ട്രീ, കുറച്ച് ലൈറ്റ്, ആ ഒരു വോം ലൈറ്റ് അങ്ങനെയൊക്കെ കാണണമെന്ന് പണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്രിസ്മസിന് ഐ റിയലി ഹോപ്പ് എൻ്റെ കുട്ടികൾക്ക് ക്രിസ്മസ് എപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് ആക്കി അവർക്കത് ഓർത്തിരിക്കാൻ പാകത്തിന് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി ആവണമെന്ന്. ആൻഡ് ബിലീവ് മീ, ഈ ക്രിസ്മസിന് അതൊക്കെ എന്നെ കൊണ്ട് സാധിച്ചു. ടൂത്ത് ഫെയറി, സാന്റാക്ലോസ് ഇതൊക്കെ റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ആർഗ്യൂ ചെയ്ത് തെളിയിക്കാൻ പറ്റുമായിരിക്കും. ബട്ട് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ലവ്, എഫേർട്ട് ആൻഡ് ഹാർട്ട് ടു ബ്രിങ് ദ മാജിക് ഓഫ് ക്രിസ്മസ് ഇൻ ടു എ ചൈൽഡ്സ് ലൈഫ്. Christmas can be celebrated or felt. The difference is in the heart. May you all have a little bit of Christmas magic. Until we meet again, bye-bye.